പണ്ട് ഒരു തണുത്ത ക്രിസ്തുമസ് രാത്രി ബെത്ലഹേമിന്റെ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി. ആട്ടിടയന്മാരും ജ്ഞാനികളും ഉണ്ണീശോയെ കാണാനായി യാത്രയായി. ആട്ടിടയന്മാരോടുകൂടി മഡ്ലീന എന്ന പേരുള്ള ഒരു കൊച്ചു ഇടയ ബാലികയും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ണീശോയ്ക്കായി എന്തെങ്കിലും സമ്മാനങ്ങൾ കരുതിയിരുന്നു. പൊന്നും, സുഗന്ധദ്രവ്യങ്ങൾ, പഴങ്ങൾ, കമ്പിളി എന്നിവ. എന്നാൽ മഡ്ലീന മാത്രം ഒന്നും കയ്യിൽ കരുതിയില്ല. അവൾ അത്ര ദരിദ്രയായിരുന്നു. അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ദൈവത്തിനോടുള്ള ആഴമായ സ്നേഹം മാത്രമായിരുന്നു. അവളുടെ ഹൃദയം ദുഃഖത്താൽ നിറഞ്ഞു. ഉണ്ണീശോയ്ക്ക് നൽകാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു അവൾ കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീർ മണ്ണിലേക്ക് വീണു. പെട്ടെന്ന് ആ കണ്ണുനീർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന വെള്ള റോസാപ്പൂവായി മാറി. ആട്ടിടയന്മാരാകട്ടെ ആ റോസാപ്പൂ കൊണ്ട് ഉണ്ണീശോയുടെ പുൽക്കൂട്ടിൽ സമർപ്പിച്ചു. ഇത് കണ്ട ഉണ്ണീശോ പുഞ്ചിരിച്ചു. അവളുടെ ഹൃദയം ദുഃഖമായിരുന്നു. എന്നാൽ ഉണ്ണീശോ പുഞ്ചിരിച്ചത് കണ്ട് അവളുടെ ഹൃദയം ആഹ്ലാദത്താൽ തുള്ളിച്ചാടി. പിന്നെ മുതൽ ആ റോസാപ്പൂവിന് ക്രിസ്തുമസ് റോസ് എന്ന പേരിൽ അറിയപ്പെട്ടു. പ്രിയ കൂട്ടുകാരെ, ഈ റോസാപ്പൂവിന്റെ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന് നമ്മുടെ സമ്പത്തല്ല, നമ്മുടെ ഹൃദയമാണ് ഇഷ്ടം. സ്നേഹവും വിനയവും വിശ്വാസവും ഉണ്ണീശോയ്ക്ക് അത്യന്തം സന്തോഷം നൽകുന്ന സമ്മാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചയിലും ഇനി പുതിയൊരു തുടക്കമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം തകർന്നുവെന്നും ഇനി മുന്നോട്ട് പോകുവാൻ ആകില്ല എന്നുമുള്ള പ്രതികൂല സാഹചര്യങ്ങളിൽ നിരാശയുടെ കണ്ണുനീരിൽ നിന്നായിരിക്കാം ദൈവം ഈ ക്രിസ്തുമസ് റോസാപ്പൂ പോലെ പ്രകാശത്തിന്റെ പ്രത്യാശയുടെ പൂക്കൾ വിരിക്കുക. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. നന്ദി.